1 year 1 CR ചലഞ്ച്. ഇനി അത് പറയാൻ പറ്റത്തില്ല, കാരണം ഇനി ഒരു വർഷമില്ല, ഏകദേശം 11 മാസമേ ഉള്ളൂ. ഈ ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മന്ത്, നമ്മുടെ 1 CR ചലഞ്ച് തുടങ്ങി ഫസ്റ്റ് മന്ത് നമ്മൾ സക്സസ് ആയിരുന്നോ അതോ നമ്മൾ ഫെയിലായോ എന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. പൂർണ്ണമായിട്ട് ഒരു മാസത്തെ കണക്ക് നോക്കുവാണെങ്കിൽ ഷിജിനുണ്ട് അക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നുപേരുമായിട്ട് ഒരുമിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡേയുടെ 1 CR ചലഞ്ചിനെയാണ് നമ്മൾ മൂന്നുപേരും ഒരുമിച്ചിരുന്നത്. ഇന്ന് കഴിഞ്ഞ മാസം 1-ാം തീയതി ആയിരുന്നു, ഈ മാസം 1-ാം നമ്മൾ ഒരുമിച്ചു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇന്ന് വന്ന സമയത്ത് എൻസൈനും ഇസയും നമ്മൾ ഒരു മാസം വിചാരിച്ചതിൻ്റെ അത് ഇവർ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എൻസൈനെ കുറിച്ച് ഷിജിമ്പ് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. എൻസൈനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം നമ്മളൊരു ടാർഗറ്റ് ചെയ്തൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ 8 lakhsോളമാണ് നമ്മൾ ഫസ്റ്റ് മന്ത് ടാർഗറ്റ് ചെയ്തത്. അതായത് ഒരു ഡെയിലി ഒരു 26,000-26,000 രൂപ നമുക്ക് ക്രോസ് ചെയ്യണം. അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ എൻസൈൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ 1 crore നമുക്ക് 1 crore എത്തിപ്പെടാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ള ഓപ്ഷനായിരുന്നു 8 lakhs 1 monthൽ 8 lakhs ഉണ്ടാക്കുക, ഒരു 1 ഡേയിൽ ഒരു 26,000 ക്ലോസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു മന്ത് നമ്മൾ ഫെയിലായിരിക്കുകയാണ്. ഫെയിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് എക്സ്ക്യൂസുകളുണ്ട്. എക്സ്ക്യൂസുകൾ ബിസിനസ്സിൽ പറയാൻ പാടില്ലെന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമുക്ക് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്തിട്ട് ആ മിസ്റ്റേക്കുകൾ അടുത്ത മന്തിൽ വരാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകണം. എന്തൊക്കെ സംഭവിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇതിലുണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓണം എന്നുള്ള ഫെസ്റ്റിവൽ വന്നു, അതിൻ്റേതായ ചില കോംപ്ലിക്കേഷൻസ് നമുക്ക് ഫസ്റ്റ് വീക്ക് മാത്രമേ മാർക്കറ്റ് ചെയ്തോളൂ. അതെ, ഫസ്റ്റ് വീക്കിൽ മാത്രമേ മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ. അതിനുശേഷം ഹെൽത്ത് പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സെയിൽസ് ഡൗൺ ആയി. അതെ അതെ അതെ. നമ്മൾ ഫസ്റ്റ് വീക്ക് നമുക്ക് ട്രിവാൻഡ്രം കഴക്കൂട്ടത്തൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടുന്ന് ഒരു ഫുഡ് കഴിച്ചു. ഫുഡ് പോയ്സൺ ആയി. ഒരാഴ്ച ഫുൾ ഞാൻ റെസ്റ്റിൽ. ഞാനായിട്ട് സെയിൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റർ സൈഡിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല, വർക്കെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. സെയിൽസ് ടീമിൽ ഞാൻ ബാക്കപ്പിന് വേണ്ടി എനിക്ക് വേണ്ടി ബാക്കപ്പിന് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനോ ഓപ്പറേഷൻ മാനേജറെ വിപിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓണമായി. ഓപ്പറേഷൻ മാനേജർ വിപിൻ ഡിസ്റ്റയുടെ കാര്യം കൂടി നോക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്ക് എൻസൈൻ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഇസൈ എൻസൈൻ്റെ സെയിൽസ് ഫുള്ളും ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അങ്ങനെ ആ ഒരു ഓണം കൂടി വന്ന് കണക്ട് ചെയ്ത് വന്നുകൊണ്ട് ആ ഒരു 1-2 ആഴ്ച ഫുള്ളും ബിസിയായി. ഇത് ചെയ്യാൻ സാധിച്ചില്ല. ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ടാണ് കേട്ടോ, വേറെ എക്സ്ക്യൂസൊന്നും അല്ല. പിന്നെ വന്നത് കൊച്ചുങ്ങൾക്കും വയ്യാതെയായി. അങ്ങനെയും ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച വരെയുള്ള ഇതായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി സെയിൽസിന് കുറച്ച് ആൾക്കാർ ഹയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു സൊല്യൂഷൻ എന്ന് പറയാൻ ഓപ്പറേഷൻ കൂടുതൽ ഞാൻ നോക്കാതെ ഷീൻ തന്നെ നോക്കുന്ന രീതിയിലോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ 3 ക്ലയൻറ്റ് നല്ല പോസിറ്റീവ് റിവ്യൂ തന്നു. അതൊന്നും ഇതുവരെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആളിലോട്ട് എത്തിച്ചിട്ട് പോലും ഇല്ല. അതെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ, ഇനി ഒരിക്കലും മാറ്റിക്കൊണ്ട് പോകണില്ല. എല്ലാം സ്പോട്ടിൽ തന്നെ ചെയ്ത് കസ്റ്റമറിലോട്ട് എത്തിച്ച്. കാരണം എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എൻക്വയറീസ് ലാസ്റ്റ് വീക്ക് പോലും 2 ദിവസം മുമ്പ് പോലും എൻക്വയറീസ് വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ പ്രോപ്പറായ രീതിയിൽ അത് എൻഗേജ് ചെയ്യാനോ ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പരാജയം എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകണമെന്നുമില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് അത്രയും ഫണ്ട് അല്ലെങ്കിൽ അത്രയും ബിസിനസ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം 77,000 രൂപയുടെ ആ പാക്കേജ് നമുക്ക് സെല്ല് ചെയ്യാനായിട്ടും സാധിച്ചില്ല. നമ്മൾ ഇപ്പോഴും സെല്ല് ചെയ്തുകൊണ്ടിരുന്ന 30,000-37,000 രൂപയുടെ ആ ഒരു ബേസിക് പാക്കേജ് മാത്രമാണ്. വേറെ നമ്മൾ തേടി വരാനായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തില്ല എന്നതും സത്യസന്ധമായ കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഇതിനൊരു പരാജയമായിട്ട് കാണത്തില്ല. ഈ ഒരു മാസം ഡൗൺ ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെയോ നമ്മുടെ ആ 1 crore നമ്മുടെ ഹോപ്പിനെയോ ഒന്നും ഇതിന് ഒരിക്കലും ബാധിക്കത്തില്ല. നമുക്കിപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ, അതായത് നമ്മൾ ആ തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങൾ വെച്ച് നമ്മൾ അടുത്ത മാസം തൊട്ട് എന്താ പറയുക ഫുൾ പ്ലാനിങ്ങിലായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും നമ്മൾ 1 crore എത്തുക തന്നെ ചെയ്യും. ഇതൊക്കെ നമുക്ക് എന്താ പറയുക സക്സസ്ഫുൾ ആണെന്ന് വെച്ചാൽ പാഠങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഒരു 1 monthൽ. അതായത് നമ്മൾ ഇത്രയും വലിയൊരു ചലഞ്ചിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ആ പഠിച്ചതൊക്കെ ആ നോളജ് യൂസ് ചെയ്ത് നമ്മൾ അടുത്ത മാസം ഇതിനും പവർഫുള്ളായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ 8 lakh കഴിഞ്ഞ നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അടുത്ത മാസം 10 lakh മാറ്റിയിട്ട് നമ്മളെന്താ പറയുക നമ്മുടെ പ്ലാനിനെ വീണ്ടും എന്താ പറയുക ഇതിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. യെസ്. അപ്പോൾ
ഇനി നമുക്ക് ഇസയുടെ കാര്യം നോക്കാം. ഇസയുടെ കാര്യം ഞാൻ പറയുന്നതിനെക്കാളും കൂടുതൽ അക്ഷയ് പറയുന്നതായിരിക്കും നല്ലത്. അക്ഷയ് സർ. ഇസയുടെ കേസിൽ നമുക്ക് സംഭവിച്ചത്, നമുക്ക് ആദ്യം കുറച്ച് ലീഡ്സ് വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ കൺവേർഷൻസ് ഒന്നും വന്നില്ല. അതും ഒരാഴ്ച 1-2 ആഴ്ചയാണ് നമ്മൾ സെയിൽസിന് ലീഡ്സ് ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത ഇനിഷ്യൽ സ്റ്റേജിലെ ലീഡ്സ് അത് പിന്നെ സെയിൽസിൽ നമുക്കത് പിന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ സെയിൽസ് നടന്നില്ല. പിന്നീട് നമുക്ക് ഇതിനിടയിൽ പിന്നെ ഈ ഒരു കഴിഞ്ഞ മാസം നമ്മളും ഈ സെയിം ടാർഗറ്റാണല്ലോ ഒരു മാസം ഇട്ടേക്കുന്നത്. അപ്പം ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ട അത്രയും ലീഡ്സും വരണം, കൺവേർഷൻസ് നടക്കണം. പക്ഷെ നമുക്ക് വന്ന പല ലീഡ്സും ഇപ്പം കുറച്ച് പോസിറ്റീവ് 4ഓളം ലീഡ്സ് വന്നു കഴിഞ്ഞ മാസം. പക്ഷെ അതൊന്നും ആ മാസം കൺവേർട്ട് ആയില്ല. അതൊക്കെ ഈ മാസത്തേക്കാണ് ആക്ച്വലി സെയിൽസിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഈ സെയിൽസ് റേഷ്യോ ഇപ്പം ലീഡിൽ നിന്നുള്ള സെയിൽസ് റേഷ്യോ കുറവായിരുന്നു, ലീഡ്സും കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു വേണ്ട രീതിയിലൊരു മൂവ്മെൻറ്റ് ഇപ്പം എൻസൈനുണ്ടായ അത്ര പോലും ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇസയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് നടന്നു, കുറേ പുതിയ കുറച്ച് എൻക്വയറീസ് ജനറേറ്റ് ചെയ്തു. പക്ഷേ നമ്മുടെ ഈ ഒരു ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായോ എന്ന് വെച്ചാൽ ആയിട്ടില്ല. അതാണ് ഇസയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 3 പാക്കേജായിരുന്നു ഉണ്ടായിരുന്നു. 35,000, 70,000 പ്ലസ്, പിന്നെ 1 lakh പ്ലസ് വരുന്നത്. നമ്മളിനി അടുത്ത മാസം തൊട്ട് 1 lakh ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ 1 lakh ഫോക്കസ് ചെയ്താൽ നമുക്ക് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും 1 lakh ഫോക്കസ് ചെയ്യാൻ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു 1 lakh ക്ലയൻറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 1 lakh ക്ലയൻറ്റ്സ് നമുക്ക് ഈസി ആയിരിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ആ വർക്ക് ഉപയോഗിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ആ ഒരു 1 lakh ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ചെറിയൊരു കടമ്പ. അത് നമ്മൾ ഉറപ്പായിട്ടും അത് നടത്തിയെടുക്കും. അത് നടത്തിയെടുത്ത് കഴിഞ്ഞാൽ വലിയ സെലിബ്രേഷനും കാര്യങ്ങളും ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ ആ ഒരു വർക്ക് ക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയം ക്ലയൻസിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റുമെന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എൻസൈന് വേണ്ടി ഓർഗാനിക്കലി കണ്ടന്റുകൾ ഇടുന്നുണ്ട്. കുറച്ച് ഡിലേ മാത്രമേ ഉള്ളൂ. ഇനി ആ ഡിലേ വരാതെ ചെയ്യാൻ നോക്കിക്കോളും. പക്ഷേ ഇസയ്ക്ക് വേണ്ടി നമ്മൾ കണ്ടന്റുകളൊന്നും ആകെ 2 ചെയ്ത് വെച്ച് ഒന്നിട്ടു, പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മളതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ജോയിൻ ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. ഇസയ്ക്ക് വേണ്ടി എൻസൈന് വേണ്ടി ഓൾറെഡി കണ്ടന്റുകളുണ്ട്. ബാക്കപ്പിൽ ഒരു 3 ഷാംസിൻ്റെ റിവ്യൂ ഉണ്ട്, ഒരുപാടുണ്ട് ഇനി ഇസയ്ക്ക് വേണ്ടിയുള്ളത്. എൻസൈന് വേണ്ടിയുള്ളത് ഇന്ന് അക്ഷയ് സാർ വന്നത് തന്നെയാണ് നമ്മൾ കണ്ടന്റുകൾ മേക്ക് ചെയ്യാനാണ്. ഒരു 5, 6, 10 കണ്ടന്റ് അങ്ങ് ചെയ്തങ്ങ് വെക്കുക. ഇനിയിപ്പോൾ ഒന്നും ഡിലേ ചെയ്യേണ്ടെന്ന് വെച്ച് മുൻകൂട്ടി എത്രത്തോളം സമയം ഫ്രീ കിട്ടുന്ന സമയത്ത് മൊത്തം അങ്ങ് ചെയ്ത് വയ്ക്കാമെന്ന് വെച്ചു. പിന്നെ സെയിൽസ് ഞാൻ നോക്കിക്കോളാം, പക്ഷേ സെയിൽസ് ചെയ്യുന്നത് വേറെ ആൾക്കാരെ കൊടുക്കാനും ഞാൻ പ്ലാൻ ചെയ്തു. ഞാൻ തന്നെ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ സമയപ്രശ്നം കാരണം ഒന്നും നടക്കത്തില്ല എന്ന് എനിക്ക് കഴിഞ്ഞ മാസത്തെ പാഠത്തിൽ നിന്ന് കിട്ടി. അപ്പം ഞാൻ ജസ്റ്റ് അത് ഫുൾ കാര്യങ്ങളും സെയിൽസും കാര്യങ്ങളും എല്ലാം നോക്കാമെന്ന് വിചാരിക്കുന്നു. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്.